നമസ്കാരം, DXN സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. DXN ഗ്രൂപ്പിൻ്റെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഹെഡ് മിസ്റ്റർ ജിജിത്, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. DXNൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു സാർ. പക്ഷേ പ്രോഡക്റ്റുകളുടെ പേര് പറഞ്ഞതുള്ളൂ. ഒത്തിരി പേർക്ക് പ്രോഡക്റ്റുകൾ അറിയാം, എങ്കിൽ പോലും കുറേ പ്രോഡക്റ്റ് നമ്മുടെ പുറകിൽ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, സോ DXN എന്ന് പറയുന്നത് മലേഷ്യ ആസ്ഥാനമായി 1993 മുതൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. സോ DXN ഏകദേശം 350-ലധികം പ്രൊഡക്ട്സ് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് DXN. അതിൽ DXNൻ്റെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമാണ്. ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്ന പണ്ട് രാജാക്കന്മാർ മാത്രം കഴിക്കാൻ സാധിക്കുമായിരുന്ന ഒരു മഷ്റൂമാണ് ഗാനോഡർമ ലൂസിഡം. ഈ മഷ്റൂം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് തെറാപ്പിറ്റിക് എലമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ റിമൂവ് ചെയ്യാനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒരു മഷ്റൂമാണിത്. ഇത് വളരെ റയറായിട്ട് കണ്ടുവരുന്ന ഒരു മഷ്റൂമാണ്. അത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് DXN സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് പൗഡർ ഫോമിലും ക്യാപ്സൂൾസ് ആയിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും പിന്നെ പല ഫോമിലും ഈ ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂം ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓൾ ഓവർ ദി വേൾഡ്. കോഫി ഇറ്റ്സ് വെരി ഫേമസ്. നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കോഫി കുടിച്ചു ലൈവായിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാത്തുണ്ട്. ബ്യൂട്ടി പ്രോഡക്ട്സ് ഒത്തിരി ഉണ്ട്. നമ്മൾ ഈവൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് വരെയും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ്. നമ്മൾ അതെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ കോസ്മെറ്റിക് റേഞ്ച് തന്നെ നമുക്കുണ്ട്. പലതരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഈ ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ സ്പൈർലിന എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണിത്. ഇത് എല്ലാവരും ഇത് കഴിക്കണം. കാരണം നമ്മളിന്ന് സാധാരണ നമ്മൾ ഭക്ഷണം പലതരത്തിലുള്ള ഭക്ഷണം ഇന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നത്. നമുക്ക് ന്യൂട്രിയൻസ് വളരെ കുറവാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈലിന എന്ന് പറയുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗെ ഇത് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 ടാബ്ലറ്റ്സ് എങ്കിലും കഴിക്കണം. 3 grams എവറിഡേ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് ഗ്രീൻ ബ്ലഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രൊഡക്ഷൻ, ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുക, അനീമിക്ക എന്ന സിറ്റുവേഷൻ ഇല്ലാതാവുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സ്പൈലിന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് കോഡിസെപ്സ് സിനൻസിസ്. ഇതൊരു ഹാഫ് കാറ്റർപില്ലർ ഹാഫ് മഷ്റൂം ആയിട്ടുള്ള ഒരു മഷ്റൂമാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡ്യൂറൻസ് അല്ലെങ്കിൽ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂൺ പവർ ബൂസ്റ്റ് ചെയ്യാനും ഇത് സ്പോർട്സ് അത്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണിത്. ഇത് ആക്ച്വലി ഇതിൻ്റെ വൈൽഡ് ഫോമിലുള്ള കോഡിസെപ്സ് എന്ന് പറഞ്ഞാൽ ഒരു കിലോന് $10,000 വിലയുണ്ട് ഇതിന്. ഇത് ടിബറ്റിലും ഹിമാലയൻ റേഞ്ചിലുമാണ് ഇത് കണ്ടുവരുന്നത്. അത് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് DXN ടിഷ്യൂ കൾച്ചർ മെത്തേഡും പ്രോസസ്സിങ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ എക്കണോമിക് റേറ്റിൽ നമുക്കിത് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ DXN ഉണ്ട്. ദിസ് ഈസ് അനദർ പ്രോഡക്റ്റ്. ഇറ്റ്സ് കോൾഡ് മൈക്കോവെജി. ഇത് മിക്സ്ചർ ഓഫ് ഒരുപാട് ഏകദേശം 18-ലധികം ഹെർബ്സും ഫ്രൂട്ട്സും മഷ്റൂംസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോസ് പൗഡറാണിത്. ഇത് നമുക്ക് വെയിറ്റ് റിഡക്ഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഒരു ലഞ്ചോ ഒരു ഡിന്നറോ സ്കിപ്പ് ചെയ്തിട്ട് ഇത് നമ്മുടെ യോഗേർട്ടിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം വെയിറ്റ് റിഡക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. ഇവിടെ ഷുഗർ, ഫൈൻ വിത്ത് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ദെൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അവൈലബിൾ ആണ്. ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ്, ഈവൻ കുട്ടികൾക്കുള്ള മിൽക്ക് ഷേക്ക് അതിൽ ഉള്ളത്, അങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്ട്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ടൂത്ത് പേസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് വളരെ ഇതായിരിക്കും. കാരണം ഈ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് ക്രീമാണ്. ഇതിൽ ടൂത്ത് പേസ്റ്റ് ആണിത്. ഇതിൽ മെൻതോൾ ഉണ്ട്, ഫുഡ് ജെൽ ഉണ്ട്, ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്ന ഈ മഷ്റൂമിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ മോണ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിന് ഇതൊരു സൊല്യൂഷനാണ്. ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ മോണ സംബന്ധിച്ചുള്ള പല പ്രോബ്ലംസിന് ഇത് വളരെ
നല്ലൊരു സൊല്യൂഷൻ. ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത ആള് പിന്നെ മറ്റൊരു ബ്രാൻഡിലേക്ക് പോയില്ലായിരുന്നു. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണിത്. സോ ഈ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെയാണ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം? ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, അത് മറ്റു പല കമ്പനികളുടെയാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്രയോ വർഷങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എക്സ്ട്രാ ഉണ്ടോ? ഇല്ല. നമ്മൾ അതിൽ നിന്ന് മാറി ഈ ഒരു DX എന്ന് പറയുന്ന ഗാനോസി ടൂത്ത് പേസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. ആ മാർക്കറ്റിങ്ങിന് വെച്ചിരുന്ന ഒരു എമൗണ്ട്, എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിങ്ങിന് ഒരു പോർഷൻ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അത് തിരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുകയും അവരത് ഒരു എന്താ പറയുക ഡിസ്കൗണ്ട് ആയിട്ടും അല്ലെങ്കിൽ അതൊരു ബോണസ് ആയിട്ടും ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം. ഓക്കെ, യു ഷിഫ്റ്റ് ദ ബ്രാൻഡ് ആൻഡ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് the commission or bonus that would have gone for advertising and middlemen. അപ്പോൾ അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും മാർക്കറ്റ് ചെയ്യുന്നത് ആ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെയാണ്. വി ഡോണ്ട് സെൽ ഇറ്റ് ഇൻ ഫാർമസി ഓർ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുന്നില്ല. സോ അതാണ് DXന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. DXന് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഈ എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിൽ നിന്നുള്ള പ്രൊഡക്ട്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടും അതിൻ്റെ പ്രോസസ്സിംഗ് കൊണ്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. സോ DXN എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സും എന്തൊക്കെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടോ അതൊക്കെ ഡിഫറെൻറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാ പ്രൊഡക്ട്സും. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് DXN ബിസിനസ്. DXന്റെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോർമലി DXനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഇപ്പോൾ നമ്മുടെ ഒരു ഷോ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയി, അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണം. സോ എങ്ങനെ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും? എവിടെ നിന്നാണ്? എന്താണ് അതിനോടുള്ള മെത്തേഡ്? DXന് പല രാജ്യങ്ങളിലും ഏകദേശം 150-ലധികം രാജ്യങ്ങളിൽ DXന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇന്ന് ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഉണ്ട്. പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മുടെ സർവീസ് സെൻറ്റേഴ്സും ബ്രാഞ്ചസും ഉണ്ട് ഇന്ത്യയിൽ ഒട്ടുക്കും. സോ DXN2U.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം ഡയറക്റ്റ്ലി. പിന്നെ എല്ലാ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം. ഇവിടെ ചേർന്ന് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ് മെമ്പർഷിപ്പ്. നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരികയും അതിൽ നിന്ന് ഡിസ്കൗണ്ടും പിന്നെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് DXന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല വെൽത്ത് ബെനിഫിറ്റും കൂടി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി DXനിലുണ്ട്. DXN ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 സെഗ്മെന്റ് കൊണ്ട് നമുക്കത് തീരില്ല. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.